കൂട്ടുകാരെ എല്ലാവർക്കും സ്റ്റഡി SCERT ഫോർ PSCയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സോഷ്യൽ സയൻസിൻ്റെ 6ാമത്തെ ചാപ്റ്ററായ ഭൂപടങ്ങളുടെ പൊരുൾ തേടി. ക്രിസ്റ്റഫർ കൊളംബസ് 15ാം നൂറ്റാണ്ടിൽ റിപ്പബ്ലിക് ഓഫ് ജനോവ ഇന്നത്തെ വടക്ക് പടിഞ്ഞാറൻ ഇറ്റലിയിൽ ജനിച്ചു. നാവികൻ, പര്യവേഷകൻ എന്നീ നിലകളിൽ പ്രശസ്തൻ. ഇന്ത്യയെക്കുറിച്ച് കേട്ടറിഞ്ഞ് അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ ഇന്ത്യയിലേക്കുള്ള ആദ്യ കപ്പൽ യാത്ര നടത്തിയ വർഷം AD 1492. യാത്ര വഴിതെറ്റി കൊളംബസ് എത്തിച്ചേർന്ന സ്ഥലം വടക്കേ അമേരിക്ക. ഫെർഡിനാൻഡ് മെഗല്ലൻ 16ാം നൂറ്റാണ്ടിൽ യൂറോപ്പിലെ വടക്കൻ പോർച്ചുഗലിൽ ജനിച്ചു. ലോകം ചുറ്റി സഞ്ചരിക്കാൻ മെഗല്ലനും കൂട്ടരും കപ്പൽ യാത്ര ആരംഭിച്ച വർഷം 1519 സെപ്റ്റംബർ. പസഫിക് സമുദ്രം പിന്നിട്ട് ഫിലിപ്പൈൻസ് ദ്വീപ സമൂഹത്തിലെത്തിയ മെഗല്ലനും കൂട്ടരും യുദ്ധത്തിലേർപ്പെട്ട ദ്വീപവാസികൾ മക്ടാൻ. മെഗല്ലൻ്റെ മരണശേഷം ബാക്കിയുള്ളവർ യൂറോപ്പിൽ തിരിച്ചെത്തിയ വർഷം 1522 സെപ്റ്റംബർ. 2012 നവംബറിൽ സമുദ്രമാർഗം ലോകം ചുറ്റി സഞ്ചരിക്കാൻ മുംബൈയിൽ നിന്നും യാത്ര തിരിച്ച മലയാളിയാണ് ലഫ്റ്റനന്റ് കമാൻഡർ അഭിലാഷ് ടോമി. ലോകം ചുറ്റി സഞ്ചരിച്ച് അഭിലാഷ് ടോമി മുംബൈയിൽ തിരിച്ചെത്തിയ വർഷം 2013 മാർച്ച് 31. ഭൂപടങ്ങൾ. ഭൂമിശാസ്ത്രകാരൻ്റെ പ്രധാന ഉപകരണമാണ് ഭൂപടം. ഇന്ന് വരെ കണ്ടെത്തിയവയിൽ ഏറ്റവും പഴക്കമേറിയ ഭൂപടങ്ങളാണ് മെസപ്പൊട്ടോമിയൻ ഭൂപടം, 5000 വർഷങ്ങൾക്ക് മുൻപേയുള്ളത്. മെസപ്പൊട്ടോമിയൻ ഭൂപടങ്ങളുടെ പ്രത്യേകത കളിമണ്ണിൽ നിർമ്മിച്ച് ചുട്ടെടുത്ത ഫലകങ്ങളാണ്. ആദ്യത്തെ ഭൂപടം വരച്ച വ്യക്തി അനക്സിമാൻഡർ, ഗ്രീക്ക് തത്വചിന്തകനാണ്. അനക്സിമാൻഡറുടെ കാലഘട്ടത്തിൽ നിർമ്മിച്ചിരുന്ന ഭൂപടങ്ങൾ നിർമ്മിച്ചിരിക്കുന്ന വസ്തു തുകലിലും വെങ്കല ഫലകങ്ങളിലും. ഭൂപട നിർമ്മാണത്തിന് കൂടുതൽ സഹായകമായ കണ്ടുപിടുത്തങ്ങൾ നടത്തിയവർ ഇറാത്തോസ്തനസ് ഗണിതശാസ്ത്രജ്ഞനാണ്. ഹിപ്പാർക്കസ്, ടോളമി എന്നിവർ ജ്യോതിശാസ്ത്രജ്ഞരുമാണ്. ആധുനിക ഭൂപട നിർമ്മാണത്തിൻ്റെ പിതാവ് മെർക്കാറ്റർ. ആദ്യമായി വിവിധ ഭൂപടങ്ങൾ ചേർത്ത് അറ്റ്ലസ് തയ്യാറാക്കിയ വ്യക്തി എബ്രഹാം ഓർട്ടേലിയസ്. ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാഖയാണ് ഭൂപട ശാസ്ത്രം അഥവാ കാർട്ടോഗ്രഫി. കാർട്ടോഗ്രഫി എന്ന ഇംഗ്ലീഷ് പദം രൂപം കൊണ്ടത് കാർട്ടേ, ഗ്രാഫിക് എന്നീ ഫ്രഞ്ച് പദങ്ങളിൽ നിന്നാണ്. കാർട്ടേ എന്ന പദത്തിൻ്റെ അർത്ഥം ഭൂപടം എന്നാണ്. ഗ്രാഫിക് എന്ന പദത്തിൻ്റെ അർത്ഥം വരയ്ക്കുക എന്നാണ്. ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ആൾ അറിയപ്പെടുന്നതാണ് കാർട്ടോഗ്രാഫർ. ദിക്കുകൾ കണ്ടെത്തുന്നതിനുള്ള ഉപകരണമാണ് വടക്ക് നോക്കി യന്ത്രം അഥവാ മാഗ്നറ്റിക് കോമ്പസ്. വളരെ കുറച്ച് സവിശേഷതകൾ മാത്രം ഉൾപ്പെടുത്തി ഒരാളുടെ ഓർമ്മയിൽ നിന്നോ ഒരു പ്രദേശത്തെ നോക്കിക്കൊണ്ടോ വരച്ചെടുക്കുന്ന ചിത്രങ്ങളാണ് രേഖാചിത്രങ്ങൾ. ഭൂമധ്യ രേഖയ്ക്ക് സമാന്തരമായി വൃത്താകൃതിയിലുള്ള സാങ്കല്പിക രേഖകൾ അറിയപ്പെടുന്നത് അക്ഷാംശ രേഖകൾ. 0 ഡിഗ്രി അക്ഷാംശ രേഖയാണ് ഭൂമധ്യരേഖ. 90 ഡിഗ്രി വടക്ക് അക്ഷാംശമാണ് ഉത്തര ധ്രുവം. 90 ഡിഗ്രി തെക്ക് അക്ഷാംശം ദക്ഷിണ ധ്രുവവും. ഭൂമിയുടെ ഉത്തര ധ്രുവത്തെയും ദക്ഷിണ ധ്രുവത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന അർദ്ധവൃത്താകൃതിയിലുള്ള സാങ്കല്പിക രേഖകളാണ് രേഖാംശ രേഖകൾ. ഭൂപടം, ഗ്ലോബ് എന്നിവ ഉൾപ്പെടുത്തി ഒരു സ്ഥലത്തിൻ്റെ സ്ഥാനനിർണ്ണയം നടത്തുന്നത് അക്ഷാംശ രേഖാംശ രേഖകളെ അടിസ്ഥാനമാക്കി. താങ്ക് യു.